ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ സ്നേഹം സത്യമാണോ? അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്? അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ട. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. അപ്പോൾ പതിവ് പോലെ തന്നെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റൊമാൻസ് ഏഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളത്. എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ഇവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എൻഗേജ്മെൻ്റ് എന്നുള്ളതാണ്. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അതായത് നിങ്ങളുടെ പ്രണയബന്ധം കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പോകുന്നു. അതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? അതുതന്നെയാണ് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും. ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വിവാഹിതരാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കാർഡ്, പക്ഷേ someone is wearing a false self mask in this relationship. പക്ഷേ മറ്റാരോ ഒരു കള്ള ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുന്നുണ്ട്. അവർ നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങളുടെ അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കാൻ നോക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് തെറ്റിദ്ധാരണകൾ പരത്താനായിട്ട് നോക്കുകയാണ്. അപ്പോൾ റൊമാൻസ് ഏഞ്ചൽസ് ഇവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് എൻഗേജ്മെൻറ്റിലേക്കോ കമ്മിറ്റ്മെൻറ്റിലേക്കോ ഒക്കെ വരേണ്ടതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇതിനുള്ളിൽ വേറൊരു സ്നീക്കി പ്ലേ ആരോ നടത്തുന്നുണ്ട്. പുറകിൽ നിന്നുകൊണ്ട് അവർ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള കളികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അഭേദകാംക്ഷികൾ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ അടുത്ത് ഉപദേശം കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ധാരാളം മുറിവുകൾ തന്നിട്ടുണ്ട്. അതായത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ പരിഗണിക്കാതെ, അവഗണിച്ചുകൊണ്ട്, നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങളിൽ നിന്ന് ഒരുപാട് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ മുറിവുകൾ ഇപ്പോഴും ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്, ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ തൈലം പുരട്ടേണ്ടത് നിങ്ങളുടെ പേഴ്സണാണ്. ആ ഒരു വ്യക്തിയും നിങ്ങൾക്കരികിലേക്ക് ഇനിയും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുമോ എന്ന് നോക്കുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ നേരത്തെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാഴ്ചപ്പാടുകളൊക്കെ മാറി. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവർ എലോണാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ശരി നോക്കുന്നൊരു വ്യക്തിയാണ്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിരിക്കണം എന്നവർ വിശ്വസിക്കാൻ, നീതിയായിരിക്കണം, ന്യായമായിരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി അംഗീകരിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അതൊക്കെയും ഇവർക്ക് ശരിയല്ല എന്ന് തോന്നുവാണ്. അതായത് അവരംഗീകരിക്കാതെ എങ്ങനെ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? അത് ശരിയല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള പഴമയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എപ്പോഴും മൊറാലിറ്റിയെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ. ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഒരു പ്രശ്നമാണ്. ഫാമിലി അംഗീകരിക്കാത്തതും മറ്റുള്ളവർ അംഗീകരിക്കാത്തതും ഒക്കെ ഇവർക്ക് ഒരു പ്രോബ്ലമാണ്.
അവർക്ക് എപ്പോഴും അവരുടെ റിലേറ്റീവ്സ് കൂടെ വേണം, ഫ്രണ്ട്സ് കൂടെ വേണം. ചിലപ്പോൾ ഫ്രണ്ട്സ് അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിട്ടു നിൽക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഒരു പരിഗണനയും തരാതെ നിങ്ങൾ മാറിപ്പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, ഒരു സെലിബ്രേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നന്നായി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം, സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കാം ഉറച്ചു നിന്നിട്ടുള്ളത്. പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്കും വളരെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് മാനസികമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, ഇതെല്ലാം നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയും നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഈ ഒരു സിറ്റുവേഷനിൽ മാറി നിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദയ തോന്നുകയാണ്. കാരണം അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങളിതെല്ലാം സഫർ ചെയ്തത് എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുള്ളത്. അതേപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ചിലപ്പോൾ ആദ്യത്തെയൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറമായിരിക്കാം പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അവർ മാറിപ്പോയത്. പക്ഷെ ഇപ്പോൾ അവർ തിരിച്ചു വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം, നിങ്ങൾ വളരെയധികം സ്റ്റേബിളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ്. അവർക്കപ്പോൾ ഒരു ജാള്യത തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഉറച്ചു നിൽക്കുകയാണ്. ഒരുപാട് സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരടി പോലും പുറകോട്ട് പോയിട്ടില്ല. പക്ഷെ ഇവർ പേടിച്ചോടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു വാല്യൂ കരുതുന്നുണ്ട്, നിങ്ങൾ ഐശ്വര്യമായിട്ട് കരുതുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്തൊരു ആരാധനയുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തി വളരെയധികം പ്രാക്ടിക്കലായിട്ടാണ് ഇനി തീരുമാനങ്ങൾ എടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉറച്ചു നിന്നതിന് അവരെ ഇമോഷണലി മറ്റുള്ള ആൾക്കാർ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് വഴക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാം അവർ മാറി നിന്നിട്ടുള്ളത്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ വളരെ ക്ലിയർലി നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയും പല കാര്യങ്ങളും. അതേപോലെ തന്നെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ നല്ലൊരു തീരുമാനമെടുക്കും. ഇനി നിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ എന്തായാലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. യെസ്, അതേപോലെ തന്നെ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നത് ഒരു വിവാഹമാണ്, കമ്മിറ്റ്മെൻറ്റാണ്, ഒത്തുചേരലാണ്, റീയൂണിയനാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരോട് ചോദിച്ചത് അത് തരാനായിട്ട് അവർ റെഡിയാണെന്നാണ് പറയുന്നത്. എന്താണോ നിങ്ങൾ ചോദിച്ചത്, ആവശ്യപ്പെട്ടത്, ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് തരാനായിട്ട് അവർ റെഡിയാണ്. യെസ്, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം കമ്മിറ്റ്മെൻറ്റാണ്, വിവാഹമാണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കല്യാണം കഴിക്കണ്ട, കമ്മിറ്റഡ് ആവണ്ട, പക്ഷെ ഒരു സ്ഥിരമായ സ്വഭാവത്തിൽ റിലേഷൻഷിപ്പിൽ നിന്നാൽ മതി. ആഴത്തിലുള്ള സൗഹൃദം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് 2 സോൾസ് തമ്മിൽ ഒന്നാകുന്ന ഒരു സൗഹൃദം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലും ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ എന്ത് സംഭവിച്ചാലും ഈ ഒരു ബന്ധത്തെ വിട്ടുകളയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പറയാണ്, ഏഞ്ചൽസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് നിങ്ങൾ പലരും പറയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏഞ്ചലിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ നടന്നത് നിങ്ങളോടൊന്നും പറയാതെ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ്. അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തു എന്നുള്ളത് പറയുന്നതാവും ശരി. നിങ്ങളോടൊന്നും പറയാതെ അവിടെ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയി. കാര്യം നിങ്ങൾക്ക് അറിയ പോലും ഇല്ല എന്താണ് വിട്ടുപോയതെന്നുള്ളത്. അവർക്കൊരുപാട് പേടിയുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റുള്ള ആൾക്കാർ എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ വീണുപോയി. അതുപോലെ തന്നെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു.
ഒരുപക്ഷെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായി തോന്നാം. അവർക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം മറ്റുള്ളവർക്ക് ശരിയായിട്ട് തോന്നാം. അവരവരുടെ ശരിയിൽ തന്നെ അവരുടെ മോറൽ സൈഡ് എന്താണ് എന്നുള്ളത് അവർ നോക്കി. എൻ്റെ പാരൻസ് സമ്മതിക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സ് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നാണ് പറയുന്നത്, അവരിതിന് എഗെയിൻസ്റ്റാണ്. അതേപോലെ തന്നെ കൊളീഗ്സിനോട് എനിക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല, ബന്ധുക്കളോട് പറയാൻ പറ്റില്ല. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങളെ വിട്ടുപോകാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യം. പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ തീ ആളിക്കത്തുകയാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. യെസ്, ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളേറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങേ അറ്റം സഹിച്ച ഒരു റിലേഷൻഷിപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ലൈഫ് ഈ ഒരു ബന്ധത്തിലുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. അവർ നിങ്ങൾക്ക് ഏറെ സമാധാനവും ശാന്തിയും ഒക്കെ തരുമെന്ന് പ്രതീക്ഷിച്ചു, സന്തോഷം തരുമെന്ന് പ്രതീക്ഷിച്ചു. ആദ്യം, അതായത് പ്രണയ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിച്ചു ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്, ഈ ഒരു സ്നേഹം എന്നും ഉണ്ടാകുന്നു. പക്ഷെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ നിങ്ങളെ വിട്ടുകളയും. അതേപോലെ തന്നെ ഇവർക്കും ഇവരിൽ നെഗറ്റീവായിട്ടുള്ള കുറേ സ്വഭാവങ്ങളുണ്ട്. ഒരുപക്ഷെ അവർക്ക് പോലും അത് ഇഷ്ടപ്പെടാത്ത അവരിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കണ്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളത് ഏറ്റവും വെറുക്കുന്ന സ്വഭാവം തന്നെ ഇവർക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ പേഴ്സൺ ആണ് എന്നുള്ളത്. അതായത് നിങ്ങളിലുള്ള അധികാരം അവർക്ക് മാത്രമാണെന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങളെ വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിൽ വളരെയധികം ജലസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നിങ്ങൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് അത് വന്നേ തീരൂ. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു 2 monthsനുള്ളിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചേരും. അവിടെ ഒരു റീയൂണിയൻ സംഭവിക്കും വിത്തിൻ 2 months. നിങ്ങളുടെ പ്രണയം തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ആവും 2 monthsനുള്ളിൽ. അതേപോലെ തന്നെ ഇവിടെ റീച്ചിങ് ഔട്ട് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവരുടൻ നിങ്ങളിലേക്ക് എത്തും. യെസ്, ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലാണ്. ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിവൈൻ അയക്കുന്നതാണ്. നിങ്ങളിലെ എനർജീസിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നെന്നിരിക്കും. ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവും. കാരണം ആ ഒരു വ്യക്തിയോ നിങ്ങളോ ഒരുപാട് ഹീലിങ്ങിലൂടെ കടന്നുപോയി സെൽഫ് ലവ് കൊടുത്ത് ഇപ്പോൾ സ്വയം സ്നേഹിച്ച് ആ ഒരു വ്യക്തിയെ നേടാനായിട്ട് പ്രാപ്തരായിട്ടാണ് നിൽക്കുന്നത്. സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് വിട്ടുപോയിട്ടുണ്ടാവും, ലെറ്റ് ഗോ ചെയ്ത് വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഇതുവരെയുള്ള മാനിഫെസ്റ്റേഷനൊക്കെ വർക്കായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇനി നിങ്ങൾ വിട്ടുകളയുക. സെൽഫ് റെസ്പെക്റ്റ് കരുതി നിങ്ങൾക്ക് സെൽഫ് ലവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവർ വന്നോളും. ഇവിടെ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ വളരെയധികം അറ്റാച്ച്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ കൂടി ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് ഒരുപാട് സ്നേഹത്തിൽ ഒന്നാവാനുള്ള ഒരു അവസരം, ഒരു സൗഭാഗ്യം ഒക്കെ നിങ്ങൾക്ക് ദൈവം നൽകുന്നുണ്ട്. സോളുകൾ തമ്മിൽ ഒന്നാകുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരും. കാരണം ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. അതുകൊണ്ട് വരാതിരിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. ഇതിനിടയ്ക്ക് ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളും വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെന്നിരിക്കും. പക്ഷേ പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നാകുന്നതാണ്. ലെസൺസ് ഉണ്ടാവും. ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് JHQODBRIUS
FL എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റിസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. S എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്ത് മെസ്സേജാണ് പറയാൻ ഉള്ളതെന്ന് നോക്കാം. ആ വ്യക്തിയുടെ സോള് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ ഒരു പറയാണ്, ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വാക്കുകളെ പിൻവലിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാക്കുകൾ കൊണ്ടൊക്കെ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വാക്കുകളൊക്കെ ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴാണ് അവർക്ക് ഒരു വെളിച്ചം വന്നത്. ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്ലേസായിട്ട് തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ണൂർ, ഔട്ട് ഓഫ് കൺട്രി, പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ്, പാലക്കാട്, കൊല്ലം, ഇടുക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലേസായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം. ഇവിടെ 39 നിങ്ങളുടെ ഏജ് ഓഫ് പെർസെൻറ്റേജ്, 27, 24, 47, 12 എന്നൊരു നമ്പർ ഓർ ഡേറ്റ് ഓഫ് ബർത്ത്, 22 ഏജ് ആയിരിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, 40, ഇവിടെ 37, 42, 23, 46, സാജിറ്റേറിയസ്, ഇവിടെ സ്കോർപിയോ, 29, 48, 30, 1 എന്നൊരു നമ്പർ, വെരി ടോൾ, തിക്ക് ഹെയർ, യെല്ലോ കളർ, 28, 21, 49, 34, 10 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ റിസനേറ്റ് 10, 333, 22, ഇവിടെ റൗണ്ട് ഫേസ്, വീറ്റിഷ് കോംപ്ലക്ഷൻ, ബ്ലാക്ക് കളർ, യെല്ലോ ബട്ടർഫ്ലൈ, ഷോർട്ട് യെല്ലോ കളർ, ഫ്രണ്ട്സ്, വിയർ ഗ്ലാസസ്, ഷാർപ്പ് നോസ്, സ്മോൾ ഐസ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് ഏഞ്ചൽ തരുന്നത് എന്നുള്ളത്. ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം, ഏഞ്ചൽസിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. ഇവിടെ ടേക്ക് ആക്ഷൻ, ഇവിടെ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്ത് ചെയ്യണം നിങ്ങൾ? ഇവിടെ ലെറ്റ് ഗോ, നിങ്ങൾ വിട്ടുകളയാം, ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് തിരികെ വരും. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ലവ് യു ഓൾ.